ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഗിസേലിനോടുള്ള ഇഷ്ടമൊക്കെ പോയി ഗൈസ്. ഇപ്പോൾ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാത്ത തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ഒരാളായിട്ടാണ് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഷീ കീപ്പിംഗ് ഹെർ പേഴ്സണൽ തിങ്സ് വിത്ത് ഹെർ. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ലാലാട്ട് വാൺ ചെയ്തപ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഒന്നും കൊടുത്തിട്ടില്ല. വീണ്ടും ഇത് കൈ വെച്ചിട്ട് തനിയെ ഉപയോഗിക്കുന്നു, ഏർലി മോർണിംഗ് ഉപയോഗിക്കുന്നു, എന്നിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് വരെ കള്ളം പറയുന്നു. ഈ പുള്ളിക്കാർ എന്നിട്ട് ആവശ്യമില്ലാതെ അനീഷുമായിട്ടൊക്കെ അടിയുണ്ടാക്കുകയാണ്. പിന്നെ ഈ വീട്ടിലിപ്പോൾ എല്ലാവരും നീല നിറത്തിലുള്ള വിങ്സ് ധരിക്കുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നത് വരെ അത് ഉപയോഗിക്കണം, ബിഗ് ബോസ് വിങ്സ് എന്ന് പറയുമ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കണം എന്നൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബാഡ്ജ് ഉപയോഗിക്കുന്നവർ വിങ്സ് ധരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഒരു റാങ്കിങ് ടെസ്റ്റ് എല്ലാവരും കൂടി ചേർന്ന് കോളമാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അനീഷ് 1ാം സ്ഥാനം പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ബാക്കി എല്ലാവരും അതിനെ എതിർത്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്ക് ഇല്ലാതായി. ഈ ഒരു സംഭവമാണ് എല്ലാവരും പ്രൊമോയിൽ കണ്ട് പേടിച്ചത്. എന്തായാലും 1ാം സ്ഥാനം അനീഷിന് കിട്ടും എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി ഇത് ഇല്ലാതാക്കിയത്. എന്നാൽ ഷാനവാസ് അവൻ പൊയ്ക്കോട്ടെ, സമയം നഷ്ടപ്പെടുത്തണ്ട എന്ന് പറയുന്നുമുണ്ട്. ഇതോടുകൂടി പണിപ്പുരയിലേക്ക് പോകാനുള്ള ടാസ്ക് റദ്ദാവുന്നു. അങ്ങനെ ക്യാപ്റ്റൻസി കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ട് അനീഷ് തൻ്റെ ഇഷ്ടമുള്ളൊരു സാധനം ഗിഫ്റ്റായിട്ട് ഷാനവാസിന് കൊടുക്കാൻ പറയുമ്പോൾ ഒരു കോമ്പാണ് കൊടുക്കുന്നത് അനീഷ്. നീവിൻ ഭയങ്കര ഓവറാണ്. ഇത് എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. ആപ്പിളും ടൊമാറ്റോയൊക്കെ കട്ട് തിന്നുന്നതാണ് എൻ്റർടൈൻമെൻറ്റ്. മേക്കപ്പ് വസ്തുക്കൾ ഇല്ലാത്തവർ ഉള്ളവർക്ക് കൊടുക്കുന്നതിലാണ് ബിഗ് ബോസ് ആശയവിനിമയം നടത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രൊമോയിൽ കണ്ടത്. അത് ആദിലയുടെ നൂറയുടെ കയ്യിലുള്ള കോസ്മെറ്റിക്സും സാധനങ്ങളും ഒക്കെ ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അത് കൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് പിന്നീട് ഇവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. പ്രാവശ്യം മിഡ് വീക്ക്ലി എവിക്ഷനായിട്ട് 6 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയ്ക്കിടയിൽ ഒരു എവിക്ഷൻ ഉണ്ടാവും. 2 പേരെ എവിക്റ്റ് ചെയ്യുന്നതാണ് ബിഗ് ബോസ് പറയുന്നത്. പിന്നെ സാധാരണ നമ്മളെല്ലാത്തെ പോലെയും എവിക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയും സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ മിഡ് വീക്കിലി എവിക്ഷന് വന്ന ആൾക്കാരെ നോർമൽ എവിക്ഷന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വീക്കിലി എവിക്ഷനായിട്ട് സെലക്ട് ചെയ്യുന്നത് അനീഷ്, ഒനിയൽ, രേണു, സരിക, ഷാരിക, രന ഫാത്തിമ എന്നിവരെയാണ്. അപ്പോൾ കഴിഞ്ഞ എവിക്ഷനിൽ രഞ്ജിത്താണ് പുറത്ത് പോയത്. ഇപ്രാവശ്യം ഇതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തിനാണ് മിഡ് വീക്കിലി എവിക്ഷൻ കൊണ്ടുവന്നതെന്നറിയില്ല. കാരണം ഇത് 8ൻ്റെ പണി അല്ല 7ൻ്റെ പണിയാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര പുള്ളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളി ഒരു ഗെയിമറായിട്ടാണ് നിൽക്കുന്നത്. പുള്ളി ആരെയും ഭയക്കുന്നില്ല, ആരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നില്ല. ചില കാര്യങ്ങൾ കുറച്ച് അഗ്രസീവാണ്. പക്ഷേ പുള്ളി റിപ്പീറ്റേഷനൊക്കെ ചെയ്യുന്നത് കുറച്ച് ഓവറായി പോകുന്നുണ്ട്. എങ്കിൽ പോലും ആൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഷാനവാസ് എന്ന് പറയുന്നൊരു ക്യാപ്റ്റൻസി എങ്ങനെ പോകും നമുക്ക് നോക്കാം. അപ്പോൾ നാളെ കാണാം. സൈനിങ് ഔട്ട്.